യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവകൃപയാൽ അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ദൈവമായ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന മക്കളോട് അവിടുന്ന് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് നമ്മൾ ശ്രവിച്ച തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചാൽ, അത് വിശ്വസിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ മേൽ ചൊരിയും. ദൈവവചനം നമ്മൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സന്തതികളും വിളകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും എല്ലാം നിനക്കെന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ അടുക്കള സമൃദ്ധമായി വരും. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നിനക്ക് എന്താണോ ടാലൻ്റ്, നിനക്കെന്തിലാണോ കഴിവുള്ളത്, ആ കഴിവ് അനുഗ്രഹമായി മാറും. ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. എപ്പോൾ നിങ്ങൾ ദൈവവചനം ശ്രവിക്കുന്നുവോ, എപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുവോ, ആ നിമിഷം ആ കേട്ട ദൈവവചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം, അനുഗ്രഹങ്ങളുടെ ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഈശോയുടെ ജനനത്തിന് മുന്നോടിയായി 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈശോയുടെ ജനനം സംഭവിക്കുകയാണ്. അതിനു മുന്നോടിയായി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ് നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ, നിൻ്റെ പ്രവൃത്തികൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 2025 എന്ന് പറയുന്ന വർഷം അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വയ്ക്കാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഈ നിമിഷത്തിൽ ഈ ദൈവം, സർവശക്തനായ ദൈവം നമ്മളോട് പറയുകയാണ്, നിൻ്റെ അവസ്ഥകൾ എന്തായിരുന്നാലും നീ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കുമെന്ന്. നമുക്ക് ആമേൻ ചൊല്ലി ദൈവത്തോട് ചേർന്ന് നിൽക്കാം. വിശ്വസിക്കാം, എൻ്റെ ജീവിതം ഇന്ന് കർത്താവ് മാറ്റും. മക്കൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും.
ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറകളിലും സംഭവിക്കട്ടെ. ഈ നിമിഷം സർവശക്തനായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം അവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.